കൊലപാതക വാർത്തകൾ കേൾക്കുമ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. മനുഷ്യർക്ക് ഇത്രമേൽ ക്രൂരനാകാൻ എങ്ങനെ സാധിക്കുന്നു എന്ന്. എന്നാൽ ഇത്തവണ നമ്മുടെ ആ ചോദ്യം ആ മൃഗീയ മനസ്സ് കാണിച്ച കൊലയാളിയോട് മാത്രമല്ല, മറിച്ചൊരു 1.5 വയസ്സുകാരൻ പിഞ്ചുകുഞ്ഞ് 1 മാസത്തോളം സ്വന്തം കൺമുന്നിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും അതൊന്നും അറിഞ്ഞില്ലെന്ന് നടിച്ച അവനെ സംരക്ഷിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാതെ നമ്മൾ ഈ ജീവിക്കുന്ന ഒരു മലയാളി സമൂഹത്തോടു കൂടിയാണ്. നമ്മൾ അത്രമേൽ നിസ്സംഗരായി പോയോ? ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന് കരുതുന്ന വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ വെച്ച് സംരക്ഷിക്കേണ്ട കൈകളാൽ തന്നെ ഒരു 1.5 വയസ്സുകാരൻ പിച്ചി ചീന്തപ്പെട്ട ദാരുണമായ വാർത്ത. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ അഷ്കർ എന്ന സൈക്കോ ക്രിമിനൽ താൻ ആഹാരം നൽകുമ്പോൾ കുഞ്ഞ് കരഞ്ഞു എന്ന നിസ്സാരമായ കാരണത്തിന്റെ പേരിലാണ് ആ കുഞ്ഞിനെ എടുത്ത് ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ച് കൊലപ്പെടുത്തിയത്. കുഞ്ഞിന്റെ ജീവനറ്റ ശേഷവും ആഹാരം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചതാണെന്ന് വരുത്തി തീർക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമായിരുന്നു ഈ ക്രൂരൻ ശ്രമിച്ചത്. തുടർന്ന് സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ പിടിക്കപ്പെടുമെന്ന ഭയത്താൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാശി പിടിക്കുകയും ചെയ്തു. എന്നാൽ ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലും തുടർന്നുണ്ടായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമാണ് ഈ നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ക്രൂരതകൾ പുറത്തുവരുന്നത്. 2 കക്ഷങ്ങളിലും കാൽപാദങ്ങളിലും കത്തുന്ന സിഗരറ്റ് കുറ്റികൾ കൊണ്ട് പൊള്ളിച്ച പാടുകൾ, വടികൊണ്ട് അതിക്രൂരമായി അടിയേറ്റതിനെ തുടർന്ന് പൊട്ടിയ വ്രണങ്ങൾ, നെഞ്ചിലെ ആഴത്തിലുള്ള മുറിവുകൾ, കൂടാതെ ജനനേന്ദ്രിയത്തിന് വരെ വരുത്തിയ മാരകമായ ക്ഷതങ്ങൾ എന്നിവ ആ പിഞ്ചുമേനിയിലുണ്ടായിരുന്നു. കുഞ്ഞിനെ തല്ലാൻ ഉപയോഗിച്ച വടി പല കഷ്ണങ്ങളായി ഒളിപ്പിക്കുകയും ചോര പുരണ്ട വസ്ത്രങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്തതാണ് പ്രതി തെളിവുകൾ നശിപ്പിക്കാൻ നോക്കിയത്. ഈ അതിക്രമങ്ങളെല്ലാം നടക്കുമ്പോൾ കുഞ്ഞിന്റെ അമ്മയായ അഖില നൃത്ത സംഘത്തോടൊപ്പം തമിഴ്നാട്ടിലായിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഈ പീഡനങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ലെന്നും പല മുറിവുകളും കരിഞ്ഞു വരികയായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിൽ നിന്നും 1 മാസത്തോളമായി കുഞ്ഞനുഭവിക്കുന്ന ഈ പീഡനങ്ങൾ അമ്മയായ അഖില അറിഞ്ഞിട്ടും പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് പുറത്തുവരുന്നത്. സ്വന്തം വീട്ടുകാർ കുഞ്ഞിന്റെ സുരക്ഷയെ കരുതി പോലീസിനെ സമീപിച്ചപ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കാനും പോലീസിന് മുന്നിൽ തന്റെ ക്രിമിനൽ കാമുകനെ ന്യായീകരിക്കാനുമാണ് ഈ സ്ത്രീ ശ്രമിച്ചത്. ഈ അഷ്കർ എന്ന വ്യക്തി മുമ്പും സമാനമായ രീതിയിൽ ക്രൂരതകൾ കാണിച്ച ആളാണ് എന്നത് കേസിലെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. 4 വർഷം മുൻപ് ഇയാൾ പ്രണയിച്ച് വിവാഹം കഴിച്ച ആമിന എന്ന യുവതിയെ ഇതേ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കുകയും തല ഭിത്തിയിലിടിക്കുകയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ ആ മർദ്ദനത്തെ തുടർന്ന് 1.5 മാസത്തോളം കോമ അവസ്ഥയിൽ കഴിഞ്ഞ ആമിനയ്ക്ക് ഇന്നും സംസാരിക്കാനുള്ള ശേഷി തിരികെ ലഭിച്ചിട്ടില്ല. ഈ ക്രൂര ചരിത്രമെല്ലാം അറിഞ്ഞിട്ടും സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞിനെ ഈ നരാധമന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്ത അമ്മയും ഈ കൊടും ക്രൂരതയിൽ തുല്യ പങ്കാളിയാണ്. അർഷിദിന്റെ ജീവൻ ഉള്ളപ്പോൾ അവരെ സംരക്ഷിക്കാൻ തയ്യാറായി അച്ഛന്റെ വീട്ടുകാർ നിയമപരമായി ശ്രമിച്ചെങ്കിലും കുഞ്ഞിനെ ഈ പിശാചുക്കളുടെ കയ്യിൽ തന്നെ വിട്ടുകൊടുക്കേണ്ടി വന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ കൂടി പരാജയമാണ്. നിലവിൽ തെളിവെടുപ്പിനായി എത്തിച്ച പ്രതിയെ സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ജനങ്ങളുടെ ഉള്ളിലെ അമർഷത്തിന്റെ തെളിവാണ്. സാധാരണ കേസുകളെ പോലെ ഇത് നീണ്ടുപോകരുതെന്നും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ശാസ്ത്രീയ തെളിവുകൾ വേഗത്തിൽ ശേഖരിച്ച് നെടുമങ്ങാട് കോടതിയിലൂടെ വെറും 10 ദിവസത്തിനകം വിചാരണ പൂർത്തിയാക്കി പ്രതിക്ക് തൂക്കുകയർ തന്നെ വാങ്ങി നൽകണമെന്നുമാണ് പൊതുസമൂഹം ഇപ്പോൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ഈ ക്രൂരത നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് മുൻപ് കേരളത്തെ നടുക്കിയ ചില സമാനമായ കറുത്ത ഓർമ്മകളിലേക്കാണ്. തൊടുപുഴയിൽ അമ്മയുടെ കാമുകന്റെ ക്രൂരമർദ്ദനമേറ്റ് 7 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവം നമ്മൾ മറന്നിട്ടില്ല. സ്വന്തം ചോരയേക്കാൾ വലുതാണ് പുതിയ പങ്കാളി എന്ന ചിന്തയിൽ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന അമ്മയെയും അന്ന് കേരളം കണ്ടതാണ്. അതുപോലെ വണ്ടിപ്പെരിയാറിൽ 3.5 വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസും പത്തനംതിട്ടയിൽ പിഞ്ചു കുഞ്ഞിനെ കാമുകൻ ചവിട്ടിക്കൊന്ന സംഭവമെല്ലാം സമാനമായ മാനസികാരോഗ്യ വൈകല്യങ്ങളുടെയും ധാർമ്മിക അപജയത്വത്തിന്റെയും നേർചിത്രങ്ങളായിരുന്നു. ഓരോ തവണയും ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ കുറച്ചുനാൾ മെഴുകുതിരി കത്തിക്കുകയും സോഷ്യൽ മീഡിയയിൽ രോഷം കൊള്ളുകയും ചെയ്യും. എന്നാൽ നിയമത്തിന്റെ പഴുതുകളിലൂടെ പ്രതികൾ രക്ഷപ്പെടുകയോ ശിക്ഷകൾ നീണ്ടുപോവുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ജാഗ്രത വീണ്ടും കുറയുന്നു. ഇവിടെയാണ് മലയാളി പൊതുസമൂഹം സ്വയം ചോദിക്കേണ്ട ചില നിർണായകമായ ചോദ്യങ്ങൾ അവശേഷിക്കുന്നത്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും കുടുംബ മൂല്യങ്ങൾക്ക് പേരുകേട്ട നമ്മുടെ കേരളത്തിൽ എപ്പോഴാണ് കാമനകൾക്ക് മുന്നിൽ സ്വന്തം പെറ്റമ്മമാർക്ക് പോലും കുഞ്ഞുങ്ങളൊരു അധികപ്പറ്റോ ബാധ്യതയായി മാറി തുടങ്ങിയത്? ചുറ്റിലും ഒരു പിഞ്ചു കുഞ്ഞ് ദിവസങ്ങളോളം അതിക്രൂരമായി വേട്ടയാടപ്പെട്ടിട്ടും അയൽപ്പക്കങ്ങളോ ബന്ധുക്കളോ അത് കൃത്യസമയത്ത് തിരിച്ചറിയാതെ പോകുന്ന തരത്തിൽ നമ്മൾ അത്രമേൽ സ്വാർത്ഥരും നിസ്സംഗരുമായി മാറിയോ? സ്ത്രീ സുരക്ഷയ്ക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന നമ്മുടെ സാംസ്കാരിക കേരളം ഇതുപോലുള്ള സൈക്കോ ക്രിമിനലുകൾക്ക് പഴുതുകളില്ലാതെ ശിക്ഷ ഉറപ്പാക്കാൻ ഇനിയും എത്ര കുഞ്ഞുങ്ങളുടെ ചോര വീഴുന്നതിനായി കാത്തിരിക്കണം? ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.